ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ഭയം കൂടാതെ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറുവാൻ നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഒരു കൂട്ടായ്മയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടായ്മയിലുള്ള എൻ്റെ ഒരു സ്നേഹിതൻ ഇങ്ങനെ പറഞ്ഞു, ഇന്നലെ വൈകിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ബൈക്കൊന്ന് മറിയുകയുണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ കൂട്ടായ്മയിലുണ്ടായിരുന്ന വേറൊരു വ്യക്തി അപ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ അന്ന് തന്നെ പറഞ്ഞല്ലായിരുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ തട്ട് കിട്ടും എന്നിങ്ങനെ പറഞ്ഞതല്ലേ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാനിതിന് മറുപടി പറയണമെന്ന് ഓർത്താണ്. പക്ഷേ എന്നെ കഴിഞ്ഞ എക്സ്പീരിയൻസ് ഉള്ള ഒരാളായതുകൊണ്ട് പറഞ്ഞാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അവിടെ തർക്കങ്ങൾ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാനൊന്നും സംസാരിച്ചില്ല. ഞങ്ങൾ കൂട്ടായ്മ പിരിഞ്ഞ് പോരുമ്പോൾ ഈ ബൈക്ക് മറിഞ്ഞ സ്നേഹിതൻ്റെ അടുത്ത് ചെന്നു, എന്ത് പറ്റി എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ സ്നേഹിതൻ ഇങ്ങനെ പറഞ്ഞു, ഒരു വളവെങ്കിൽ കുറച്ച് മണൽ ടാറിട്ട വഴിയിലോട്ട് കയറി കിടപ്പുണ്ടായിരുന്നു, ടയറിന് ഗ്രിപ്പും ഇല്ലായിരുന്നു, ബ്രേക്ക് പിടിച്ചപ്പോൾ വേഗം തെന്നിപ്പോയതാണ്, വലിയ കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല എന്നിങ്ങനെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ നമ്മളിൽ പലരും കേട്ടിട്ടുണ്ട്, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, മദ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, ദാമ്പത്യ ജീവിതം തകർന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, കടബാധ്യതയിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. ഇവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചാൽ അവരിലുള്ള ബന്ധനം നമ്മളിലേക്ക് കയറി ഇങ്ങോട്ട് പോരും, അല്ലെങ്കിൽ നമുക്ക് തട്ട് കിട്ടും എന്നൊക്കെ ഇങ്ങനെ പലരും പറഞ്ഞിങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ തന്നെ പേടിയിലൂടെ കടന്നു പോകുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യം ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും. വചനമിതാണ്, പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനെ മരണത്തിൽ നിന്നും നമ്മുടെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുമെന്നാണ് യാക്കോബ് ശ്ലീഹ 5-ാം അധ്യായം 20-ാം വാക്യത്തിലൂടെ നമ്മളോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇനിയെങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ കുമ്പസാരം നടത്തി ദൈവിക വരപ്രസാദത്തിൽ ഈശോയെ സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്കൊന്നും സംഭവിക്കുക, നമുക്കൊരു കുഴപ്പമൊന്നും വരില്ല. നമ്മൾ ആർക്ക് വേണ്ടിയാണ്? നമ്മൾ ഈശോയ്ക്ക് വേണ്ടിയാണ് ഒരാത്മാവിനെ നേടുന്നത്. ദൈവരാജ്യം വളർത്തുവാൻ വേണ്ടി ഈശോയെ പറ്റി മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ തട്ട് കിട്ടും, അല്ലെ ബന്ധനം നമ്മളിലേക്ക് കയറിപ്പോരുമെന്ന് ഭയന്ന് വിറച്ചിരിക്കുവാൻ വേണ്ടിയുള്ളവരല്ല. പന്തക്കുസ്തായിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം അപ്പോസ്തലന്മാർ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിച്ചതുപോലെ നമ്മുടെ ഉള്ളിലേക്ക് മാമോദീസായിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നിട്ടും ഈ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചറിയാതെ നമ്മളിന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ബന്ധനം വരും, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ തട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ ഈശോ എത്രമാത്രം ആത്മാക്കളെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ആത്മാവിനെ രക്ഷിക്കുവാനും നമ്മുടെ പാപങ്ങൾ തുടച്ചു മാറ്റുവാനും മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാനും പാപികളെയൊക്കെ നേടുവാൻ വേണ്ടി ഈശോ നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥവും വിശുദ്ധ മിഖായേൽ ദൂതൻ്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങൾ ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.